പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ വീണ്ടും പോലീസും കർഷകരും തമ്മിൽ കണ്ടുനിൽക്കാനാവാത്ത വിധം സംഘർഷം. ബാരിക്കേഡുകൾ തകർക്കാൻ കർഷകർ ശ്രമിച്ചതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കർഷകർ ഡൽഹിയിലേക്ക് പോകുന്നത് തടയാനായി വൻ സന്നാഹമായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത്. കേന്ദ്രം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയ കർഷകർ ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു ഡൽഹി ചലോ മാർച്ച് വീണ്ടും ആരംഭിച്ചത്. സർവ്വസന്നാഹങ്ങളുമായിട്ടായിരുന്നു കർഷകർ എത്തിയത്. ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ മണ്ണുമാന്തി യന്ത്രങ്ങൾ, കണ്ണീർ വാതക ഷെല്ലുകളെ തടയാനായി വാഹനങ്ങളിൽ നനഞ്ഞ ചാക്കുകൾ, കണ്ണീർ വാതകത്തെ തടയാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഹെൽമറ്റുകൾ, ഹൈഡ്രോളിക് യന്ത്രങ്ങൾ തുടങ്ങിയവയുമായിട്ടായിരുന്നു കർഷകരുടെ വരവ്. 1400ഓളം കർഷകരാണ് അതിർത്തിയിലുള്ളതെന്നാണ് റിപ്പോർട്ട്. 1200ഓളം ട്രാക്ടർ ട്രോളികൾ, 300 കാറുകൾ, 10 മിനി ബസ്സുകൾ എന്നിവയിലാണ് കർഷകർ എത്തിയത്. സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ കർഷകർക്ക് നേരെ പോലീസ് വലിയ രീതിയിൽ കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പോലീസിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സകല മുന്നൊരുക്കങ്ങളും കർഷകർ നടത്തിയത്. അതേസമയം കർഷകരെ അതിർത്തിയിൽ ഏത് വിധേനയും തടയുമെന്നാണ് പോലീസിന്റെ നിലപാട്. കർഷകർ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് തടയാനായി രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹമായിരുന്നു അതിർത്തിയിൽ അണിനിരന്നിരുന്നത്. സമരം ചെയ്യുന്ന കർഷകർക്ക് ട്രാക്ടർ, ക്രെയിൻ, മണ്ണുമാന്തി യന്ത്രം എന്നിവ നൽകരുതെന്ന് നേരത്തെ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇവ പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് പോലീസിന് ഹരിയാന പോലീസ് മേധാവി കത്ത് നൽകിയിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന വാശിയിൽ തന്നെയാണ് കർഷക സംഘടനാ നേതാക്കൾ. ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ശംഭു അതിർത്തിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു കർഷകർ ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നത്. പോലീസ് തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നും എത്ര ദിവസത്തേക്കുള്ള സമരമാണ് എന്ന് പറയാൻ പറ്റില്ലെന്നും മരണം വരെ സമരം ചെയ്യാൻ തങ്ങൾ ഒരുക്കമാണ് എന്നും കർഷകർ പറഞ്ഞിരുന്നു. കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു അതിർത്തിയിൽ കഴിഞ്ഞയാഴ്ച ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ച കർഷകരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. ഇന്നും കണ്ണിൽ ചോരയില്ലാതെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവിടുകയാണ് മോദിയുടെ പോലീസ് സേന.